താടിയുള്ള പുരുഷന്മാരെ എന്ന് പഠന റിപ്പോർട്ട്. താടിയുള്ള പുരുഷന്മാര് നീ വല്ലതും കേൾക്കുന്നുണ്ടാ? ജൻസി പെൺകുട്ടികൾക്ക് താടിയുള്ള പുരുഷന്മാര് എന്ന് ഒന്ന് പോടാ. എനിക്കെന്താ അത്ര വിശ്വാസം? ഇത് നോക്കണം, ഇതിലുള്ളതാ. ഇത് ഇൻസ്റ്റയിലെ സാധനം. ഇത് വല്ല താടി വെച്ച് പെണ്ണു കിട്ടുന്നതിന്റെ പോലത്തെ മുറങ്ങിട്ട സാധനം. ആ മൊണ്ണ നിന്റെ അപ്പൻ. എന്റെ കുഞ്ഞിന്റെ അപ്പൻ ഒന്നരവാ. അല്ല അതല്ല, ജെൻസികൾക്ക് താടി വെച്ച് തെക്കന്മാരെ ഇഷ്ടമാണ്. നിൽക്കണ്ടാവും എന്റെ സെറ്റാ മതി. അല്ല ഈ പടം നിനക്ക് പറഞ്ഞതാ. ഒന്നല്ലടാ, മൂന്നെണ്ണം. ആ കോളിംഗ് ബെല്ലുണ്ട്, പോയി നോക്കണ ആരാണെന്ന്. അശ്വതിയ, ഇത് നിന്റെ ഒക്കെ പരിപാടി. ഞാൻ കോളേജിൽ കൊണ്ടാ, ഈ ഇവിടെ പോവാ. എടാ നിക്കണം, എന്നത്തെ ബസ് സ്റ്റോപ്പിൽ വിട്ടിട്ട് പോകണം. എടാ നിക്ക് ഞാനുണ്ട്. എന്റെ ലൊട്ടെ, കോളേജ് വരെ പെണ്ണ് പിടക്കോയിന്ന് പറഞ്ഞ അറിയാത്ത ചെക്കനാ. ഇപ്പൊ 3 ബെസ്റ്റീസ് ആണ്. ആര്? നമ്മടെ കൂടെ പടപ്പാൻ അല്ലാതെ ആര്? നമ്മളൊക്കെ എന്ത് ജീവിതമല്ലേ? പെണ്ണുമില്ല, പണിയില്ല, പണമില്ല. ശരിയാ, ഇങ്ങനെ പോയാ നമ്മൾ ശരിയാവില്ല. ഞാനൊരു കൊച്ചിയിലൊരു കോഴ്സ് ഉണ്ടാക്കി 6 മാസം. അതാകുമ്പോ ഗൾഫിലോട്ട് പോവാ, പൈസ ഉണ്ടാക്കുക, പണക്കാരനായ. ദുബായ് നടക്കില്ലടാ. നമുക്ക് നമ്മുടെ പച്ചക്കാടും പാലപ്പവും അതൊക്കെ അല്ലേ. പച്ചക്കാടും പാലപ്പവും അതൊക്കെ നമ്മുടെ പാലക്കാടും പച്ചപ്പവും അതൊക്കെ നമുക്ക് നല്ലത്. എന്നാ പിന്നെ നമുക്ക് PSC കഴിക്കുന്നത്. PSC ഒക്കെ പഠിച്ച് എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടുമ്പോഴേക്കും ഒരു 5-6 കൊല്ലം. അത് നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് വല്ല പണക്കാരനാവാൻ പറ്റിയ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറയും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ബിസിനസ് ഐഡിയ ഒക്കെ നോക്കണല്ലോ. അങ്ങനെയാണെങ്കിൽ കോച്ചിങ് ബിസിനസ്. അതാകുമ്പോ ബാംഗ്ലൂർ പോയിട്ട് 100 രൂപയ്ക്ക് സാധനം വെക്കുക, 100 രൂപയ്ക്ക് നമ്മൾ വെക്കുക, 200 രൂപ ലാഭം. ക്ലോത്തിങ് ബിസിനസ് ഇൻസ്റ്റഗ്രാം തുറന്ന അതേ ഉള്ളൂ. അറിയില്ല, വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമുക്ക് എക്സ്പോർട്ടിങ് തുടങ്ങിയത്. എക്സ്പോർട്ട് പാലക്കാടൻ മട്ട ഇവരോട് കൊമ്പത്തിയായിട്ട് പിടിക്കണം, കുറച്ച് താറ്റിപ്പിടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് തട്ടുകടി ഇട്ടാൽ. തട്ടുകട പറയുമ്പോൾ പണി കൊടുക്കണം, പാത്രം മുഴുവൻ ആ പറ്റില്ല. ചൂട് പറഞ്ഞപ്പോ ചൂടത്തൊരു സർവത്ത് വിളിച്ചാൽ നല്ലൊരു ആശയം. സർബത്ത് കുടിക്കാൻ പൈസ ഉണ്ടല്ലോ അല്ലേ? ഇന്ത്യയിലില്ല. ഒരു സർബത്ത് കുടിക്കാൻ പൈസ ഇല്ലാത്തതാണ് ഇത്രയും വലിയ ബിസിനസിന്റെ കാര്യം പറഞ്ഞത്. പൈസ ഇല്ലാത്ത പിന്നെ മൂഞ്ചാനാണ് അവിടെ പോകുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട്. പൈസ സർബത്ത് കുടിക്കണം. ഒരു കാര്യം ചെയ്യാം, പൈസ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. നീ 2 പിള്ളേർ ഓടി, ഞാൻ 2 പിള്ളേർ ഓടിക്കാം. ഒരു അത്യാവശ്യത്തിന് 50 രൂപ അയക്കാം. 50 അല്ലെ 30 അയക്കണം. ശരി ശരി 30 അയക്കാം. അല്ലെ ഞാൻ 30 രൂപയുടെ ബാക്കി നീരുടെ ഒരു 50 രൂപ കേൾക്കടാ. ഞാനും ലൊട്ടയും കൂടെ ഇവിടെ. ലൊട്ടയില്ല, ലൊട്ടന്റെ വണ്ടി ഓക്കെ. താങ്ക് യു, താങ്ക് യു.
നന്ദിയുണ്ടേ. ഇതിനകത്ത് ഒന്നും ഇല്ലല്ലോടാ. ഞാൻ ഇന്നലെ 30% അടിച്ചാണ് പോയി. 30% എച്ചി. ഇതൊന്നും പോയ തള്ളാൻ എന്താ പണങ്ങൾ നീ ഇങ്ങനെ തന്നെ വീഴത്തില്ല. എനിക്കൊരു ഐഡിയ ഉണ്ട്. എടാ കുട്ടാ, എടാ വണ്ടി പെട്രോൾ കഴിഞ്ഞ് നിൽക്കടാ. ഒരു ബോട്ടിൽ ഒരു 50 രൂപ എടുത്തിട്ട് വേണം മരത്തിന്റെ ചോട്ടിലോട്ട്. ചൊട്ടന്റെ വണ്ടിയിലെ കഴിഞ്ഞു. അത് പോട്ടെ, എടുത്ത നീ ആടാ. എടാ അത് ഇങ്ങനെയൊന്നും അല്ലടാ, തിരിച്ചു വന്നേ നീ. എന്തുപറ്റി? എന്ത് മൂഞ്ചി അവസ്ഥയാണോ നമ്മുടെ. ഈ ഒരു ഐഡിയ നമ്മളുടെ ഈ അവസ്ഥന്റെ പേരെന്താന്നറിയോ? മൂഞ്ചൽ. ത്രികോണ മൂഞ്ചൽ. ത്രികോണ മധ്യേ മൂലബിന്ദു കുടുങ്ങി ഭുജ ഭുജ ത്രിഭുജ ചതുർഭുജ വടിവിൽ തെറ്റി തെറ്റി. തങ്കപ്പനെയും കൂടെ വിളിച്ചല്ലോ നമുക്ക്. ഇപ്പോഴേ 3 പേരും കൂടെ ത്രികോണത്തിൽ മൂഞ്ചിരിക്കുക. ഇനി 4ാമത്തെ ഒരുത്തിനും കൂടെ വിളിച്ചിട്ട് ചതുരത്തിൽ മൂഞ്ച.